വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമ്മുടെ ഗീവ് അവേ, അതായത് ഈ പ്രാവശ്യത്തെ ഗീവ് അവേ വരുന്നത് നമ്മുടെ വൈഫൈ ക്യാമറയാണ്. വൈഫൈ ക്യാമറയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരുടെയും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിൽ വേണമെങ്കിൽ ഒരു 12 വോൾട്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പിടിപ്പിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ വാഹനത്തിൽ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു ക്യാമറയാണ് ഞാനിപ്പം ഗീവ് അവേ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇത്ര മാത്രം ചെയ്താൽ മതി. വളരെ സിമ്പിളല്ല, എന്നാൽ കുറച്ച് ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എത്ര ദിവസം കൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ എഡിറ്റിംഗ് തീരാറാകുന്നേ ഉള്ളൂ. അതിനും കൂടെ ബാക്കി ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് വീഡിയോ കാണുക. കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് പറയുന്ന ആളെ ഒരു പ്രിഫറൻസ് ആയിട്ട് ഞാൻ മാറ്റി വയ്ക്കും. ബാക്കി പറയുന്നവരെ ഞാൻ ഒന്ന് നറുക്കിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. 2013 മോഡലിലൊക്കെ വരുന്ന ആ ടൈപ്പ് വാഗണാർ, അതായത് നമ്മുടെ തൊട്ട് പുറകെ കിടക്കുന്ന വാഗണാറിന് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സബൂഫർ വിത്ത് ആംപ്ലിഫയർ, അതും സോണിയുടെ തന്നെ. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഹമാൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ബാക്കി ആൻഡ്രോയിഡിൻ്റെ ഫിറ്റിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂപങ്കിൻ്റെ സബൂഫർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സബ് വിത്ത് ആമ്പ്. അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ നമുക്കൊന്ന് അൺബോക്സും ചെയ്ത് ഇതിൻ്റെ ഫിറ്റിങ്ങും കൂടെ പെട്ടെന്ന് കാണിച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഓരോന്നായിട്ടൊന്ന് എടുക്കാം. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആമ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹമാൻ്റെ സ്റ്റീരിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹമാൻ്റെ സ്റ്റീരിയോ യൂസ് ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത്. അപ്പോൾ ആദ്യം ജസ്റ്റ് പെട്ടെന്ന് അൺബോക്സ് ചെയ്തേക്കാം. അടിപൊളിയാണെങ്കിൽ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. കാരണം മോക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡായിരുന്നു. ഞാനത് റെക്കമെൻഡ് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, യൂസ് ചെയ്ത് പലരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് റെക്കമെൻഡ് ചെയ്തത്. ഹമാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും. നല്ല പാക്കിങ്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ഐറ്റം കാണാൻ സാധിക്കും. നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എനിക്ക് ഏകദേശം ഈ ഒരു പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ മോക്കോയുടെ ഒക്കെ ഒരു പാക്കിംഗ് പോലെയുണ്ട്. ഹമാൻ കാർ ഓഡിയോ വീഡിയോ സിസ്റ്റം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർഷിപ്പ്, വാറണ്ടി കാർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി, രണ്ട് സൈഡിലും കവറിങ് മാറ്റി. യൂണിറ്റ്സ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം സ്റ്റീരിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഹമാൻ മറ്റേ ചാത്തൻ ഹമാൻ അല്ലെന്ന് തോന്നുന്നു. മറ്റേ മീൻസ് ചാത്തൻ ഞാൻ ഉദ്ദേശിച്ച സാധാരണ ഇതിൻ്റെ പുറത്ത് മാത്രം സ്റ്റിക്കറായിട്ട് വെക്കുന്ന ടൈപ്പുണ്ട്. അതല്ല, സെറ്റപ്പ് കൊള്ളാം, അടിപൊളി. ബാക്കിയുള്ളതൊക്കെ പ്ലാറ്റ്ഫോം ഏകദേശം എല്ലാം സെയിം ആണെന്ന് തോന്നുന്നു. ഇത് ഓണാക്കി വർക്ക് ചെയ്യിച്ചാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ബാക്കും ഏകദേശം മറ്റതിൻ്റെയൊക്കെ പോലെ നോർമൽ തന്നെയാണ്. ഓക്കെ, ഞാൻ തൽക്കാലം മാറ്റി. പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ലാസ്റ്റ് ആക്കുന്നില്ല, ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്കിനിപ്പോൾ ഈ കവറിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് നോക്കാം. USB 1, പിന്നെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഔട്ടും എല്ലാം വരുന്നത്. ഔട്ട് കണക്ഷൻ മൈക്കിൻ്റെ ഒരു ഇതുണ്ട്. നെക്സ്റ്റ് വരുന്ന USB 2, രണ്ടാമത്തെ USB. കൊള്ളാം, നല്ലൊരു മൈക്കാണ് കേട്ടോ. ഒരു സാധാരണ ഞാൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് മൈക്കല്ല. കുറച്ചുകൂടെ കാണാനൊരു ഭംഗിയുള്ളൊരു ടൈപ്പ് മൈക്കാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് മൈക്കാണ്. അത് വിത്ത് ഡബിൾ സൈഡാണ് വരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വെക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്യാമറയുടെ ലൈൻ ഇൻപുട്ടാണ് വരുന്നത്. പിന്നെ വരുന്ന GPS-ൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. 4 സ്ക്രൂസും വരുന്നുണ്ട്. അത് നമ്മുടെ ഇത് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 5 സ്ക്രൂവും വരുന്നുണ്ട്. GPS ആൻറ്റിനയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ബോക്സിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചതുപോലെ തന്നെ ഞാനൊന്ന് വെക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ബാക്കി സബും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. ഈ ഒരു വലിയ ബോക്സ് ചുമ്മാ കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തൊരു ചെറിയ ബോക്സ് ആയിരിക്കും വരുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ആണ്. ഫ്ലിപ്കാർട്ട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ലാത്തൊരു ഐറ്റമാണ്. കാരണം 2 വട്ടം എന്തോ ഒരു സാധനം എടുത്തപ്പോൾ മാറിപ്പോയി. അതുകൊണ്ടാണ് ശരിക്കും പറയാൻ അതിനോട് വലിയ താല്പര്യമില്ലാത്തത്. ഓക്കെ, അതായത് നമ്മുടെ ആംപ്ലിഫയർ വന്നു. അപ്പോൾ നമ്മുടെ ഐറ്റം സോണി 4 ചാനലാണ് വരുന്നത്. മാക്സിമം 1000 ആണ് വരുന്നത്, 1000 വാട്ട്സ്. 70x4 ആണ് വാട്ട്സ് റേറ്റിംഗ് വരുന്നത് സ്പീക്കറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് 9990 അത്ര റേഞ്ച് വരുന്നില്ല. അതിൻ്റെ പ്രൈസും കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സബൂഫറിൻ്റെയും പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏതായാലും പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കുന്ന സമയത്ത് ആദ്യം കാണാൻ പറ്റുന്ന ഹൈ ടു ലോ, നമുക്കതിന് പ്രത്യക്ഷത്തിന് ആവശ്യം വരുന്നില്ല. അതിൻ്റെ ബാക്കി മാനുവൽസൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ കിടുക്കാച്ചി ഐറ്റം. അങ്ങനെ നമ്മുടെ ഐറ്റം ദേണ്ട വരും 1000 വാട്ട്സ്. ടടാൻ. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വയറിങ്ങിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ബ്ലൗപങ്കിൻ്റെ ഒക്കെ സെയിം ആ രീതിക്ക് തന്നെയാണ് ഇതിനകത്തോട്ടുള്ള ഇൻറ്റേർണൽ വരുന്നത്. സബിലോട്ടുള്ള ലൈൻസിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇൻപുട്ട് ഫ്രണ്ടും ബാക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് 4 ചാനൽ എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് റിയർ കൊടുക്കാം, ഫ്രണ്ട് കൊടുക്കാം. റിയറിൻ്റെ 2 റൈറ്റും ലെഫ്റ്റും, ഫ്രണ്ടിലത്തെ 2 റൈറ്റും ലെഫ്റ്റും നമുക്ക് കൊടുക്കാം. ഫിൽറ്ററിങ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ വയർ, അതായത് ഈ കൊടുത്തിരിക്കുന്ന വയർ ശരിക്കും പറഞ്ഞാൽ ഹൈ ഇൻപുട്ട്, അതായത് നമ്മുടെ വാഹനത്തിന്, അതായത് നമുക്കിപ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നതിനകത്ത്
RC ഔട്ട് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൊടുത്ത് എടുക്കാൻ സാധിക്കും. പക്ഷേ അത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. കാരണം ഒരു കാരണവശാലും നമ്മുടെ പവർ പക്കയായിട്ട് കിട്ടത്തില്ല, വളരെ മടുപ്പായിരിക്കും. നമ്മുടെ സബ്-വൂഫറും കൂടെ ഒന്ന് അഴിക്കാം. മൈ ഗോഡ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. ക്ലാമ്പ് വിത്ത് സ്ക്രൂ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് തന്നെ ക്ലാമ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ സംഗതി നമുക്ക് കാണുമ്പോൾ അറിയാം അടിപൊളിയാണ്. ഇതിൻ്റെ കൊടുക്കാനുള്ള ഇൻപുട്ട് ഞാൻ ഇവിടെയാണ് വരുന്നത്. പക്ഷേ ഇതിന് എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര സംഭവം തോന്നിയിട്ടുള്ളത്, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു എയർ ഔട്ട്പുട്ടിനുള്ളൊരു ഹോൾ ഒരിടത്തും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇതിനൊരു എഫക്റ്റ് ഞാൻ കേട്ടെടുത്തോളം, അതായത് ഞാൻ ഈ ഒരു യൂണിറ്റ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വാഹനത്തിലുള്ളതാണ്, അതിൽ കേട്ടെടുത്തോളം എനിക്ക് ഭയങ്കര ഇമ്പ്രസീവാണ്. സാധനം പൊളിയാണ്. ഏതായാലും നമുക്ക് ഇവനൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. പീക്ക് പവർ 1800 വാട്ട്സ് ആണ് വരുന്നത്. RMS 420 വാട്ട്സുമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഫിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഫിറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വയറിംഗ് കിറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇത് ഞാൻ പ്രത്യേകിച്ച് പിന്നെ എടുത്ത് പറയാത്ത വേറൊന്നും കൊണ്ടല്ല, കാരണം ഇതിൻ്റെ ഒരു ഫുൾ അൺബോക്സിങ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് വേറെ വലിയ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ കവേഴ്സ്, പിന്നെ നമ്മുടെ ഫ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ വരുന്ന വയറിങ്ങിൻ്റെ എല്ലാം കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങാമെന്നുള്ള ആലോചിക്കാം. ആദ്യം നമ്മുടെ സ്റ്റീരിയോ നമുക്കൊന്ന് അഴിക്കാം. സ്റ്റീരിയോ WagonRന്റെ അഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. WagonRന്റെ അഴിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. നമ്മുടെ പഴയ മോഡൽ ഓക്കെ, അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ക്രൂ ഇവിടെ കാണാൻ സാധിക്കും. 2 അല്ല 3 സ്ക്രൂ ഉണ്ട്. 3 സ്ക്രൂ അഴിക്കണം. ഈ 3 സ്ക്രൂ നമുക്ക് അഴിച്ചിറക്കണം. ഓക്കെ, 3 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുത്താൽ മതി. യെസ്, നമ്മുടെ സ്റ്റീരിയോ ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ കപ്ലേഴ്സ് എല്ലാം ഒന്ന് ഉരുവിടണം. ഓക്കെ, ആ സൈഡിൻ്റെ സ്വിച്ച് ഒരു കിട്ടും. യെസ്, ഇതാണ് നമ്മുടെ പഴയ സ്റ്റീരിയോ. ഇതിനെ മാറ്റി നമ്മളിപ്പം പുത്തൻ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പം നമുക്കിനിയിപ്പം ഇതിൻ്റെ മെയിൻ ലൈൻ, അതായത് നമ്മുടെ സബിൻ്റെ പോസിറ്റീവ് ലൈൻ നമുക്ക് ബാറ്ററിയിൽ നിന്നാണ് എടുക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പോസിറ്റീവ് ലൈനിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു വഴി തേണ്ട ഇവിടെയാണ്. ഈ ബാക്കിൽ കാണുന്ന റബ്ബർ ക്യാപ്പിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ അങ്ങോട്ട് കയറ്റി വിടണം. ഇതിലെ നേരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ താഴെയാണ് വരുന്നത്. അവിടുന്ന് നേരെ നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു പോർഷൻ്റെ ബാക്കിലെത്തും. അവിടുന്ന് നേരെ ഇതിലേ വന്ന് ഇതിലേ നേരെ താഴെ കൂടെ കൊണ്ടുപോയി ഇതിലേ നേരെ ബാക്കിലോട്ടാണ് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാം, വെറുതെ സമയം കളയുന്നില്ല. നമ്മളിപ്പം ഏകദേശം ആ ഒരു സംഗതി എല്ലാം അവിടെ നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ പതുക്കെ ഇങ്ങനെ വലിക്കുകയാണ്. കണ്ടോണം, ഇത്തിരി ടൈറ്റ് ഉണ്ട്. യെസ്, വേണ്ടി പതുക്കെ കയറി വരുന്നുണ്ട്. യെസ്, നമ്മൾ ടൈറ്റ് എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ലെങ്ത് മാത്രം. അതായത് ലെങ്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് നേരെ കയറി, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് കയറി, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കയറി ഇതിലേ വന്ന് ഇങ്ങനെ കൊടുക്കത്തക്ക രീതിയിൽ അധികം ഇട്ടേക്കേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ കെട്ടിയത് ഇപ്പോൾ ഈ കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഇതുപോലെ നന്നായിട്ട് ടേപ്പ് ചെയ്താണ് ഈ കൊണ്ടുവന്നത്. ഈ ടേപ്പ് ഫുൾ അഴിച്ച് ഞാൻ ഇതിൽ നിന്ന് പതുക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ. വയറിംഗ് എല്ലാം നമ്മളിത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫുള്ള് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കയറി കാണാൻ സാധിക്കും. നമ്മുടെ RCAയുടെ ലൈൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് ലൈനാണ്. അതായത് ACC ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്വിച്ചിങ് പോയിന്റ് ആണ് പോകുന്നത്. കാരണം മെയിൻ പോസിറ്റീവ് നേരെ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ലൈനിലാണ് നമ്മൾ സ്വിച്ച് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കി ഇനിയിപ്പോൾ ബാക്കിലോട്ടുള്ള ലൈൻസ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തൊന്ന് പോവുകയാണ്. അതായത് കറക്റ്റായിട്ടൊന്ന് ഇത് കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഓടി നടക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഞാനതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത്, അതായത് നമ്മളൊന്ന് ടാഗ് ചെയ്യുന്ന സെയിം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ടാഗ് ചെയ്ത് അപ്പോൾ ഒറ്റയടിക്ക് എനിക്കിത് വിടാൻ സാധിക്കും. നമ്മൾ സാധാരണ ഈ ഒരു ആംപ്ലിഫയർ പലരും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ്. അതായത് കോ പാസഞ്ചർ സീറ്റിൻ്റെ അടിയിലാണ് പലരും ഇത് വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് ഒത്തിരി അങ്ങോട്ടൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ വാഷിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ഈ സൈഡിലത്തേക്ക് വെള്ളം അടിക്കാൻ നേരത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ കാല് വെക്കുമ്പോൾ ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ചവിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇത്രയും വില കൊടുത്ത് മേടിച്ചൊരു സാധനത്തിൽ ഇങ്ങനെ ചവിട്ടി കളിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പുറയിലോട്ട് സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പക്കയായിട്ടിരുന്നോളും. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് അഴിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ ഈ താഴത്തെ 2 സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് മേളത്തെ 2 സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊക്കി ഊരിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടി ഞാനിതിപ്പോൾ ഒന്ന് ടേപ്പറായിട്ട് ഒരു സ്ഥലത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്.
അപ്പോൾ ഒന്ന് വെക്കുമ്പോൾ ഒന്ന് നോക്കിക്കോണം, സ്പീക്കറെ കൊള്ളാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ലെവലൊക്കെ ഒന്ന് നോക്കി അടിപൊളിയാണ് എന്ന് കൺഫേം ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രൂയിങ് എടുക്കുക. സ്ക്രൂ ഒന്ന് ജസ്റ്റ് വെക്കുകയാണ്. ഈ സ്ക്രൂ എനിക്ക് നമ്മുടെ സബ് വൂഫർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണ്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ് ഇൻസൈഡ്. യെസ്, അപ്പോൾ ഞാൻ ഒരെണ്ണം പിടിപ്പിച്ചു. ഇനി ഈ ഒരു ലെവൽ കറക്റ്റാക്കിയ രീതിയിൽ നോക്കി. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, അടിപൊളിയല്ലേ ലെവൽ? ഓക്കെ. എന്നിട്ട് ഞാനിവിടെ ഒരു സൈഡിൽ കൂടെ ഒന്ന് പിടിപ്പിക്കുകയാണ്. ഇതും കൂടെ ഞാനൊന്ന് സ്ക്രൂ ചെയ്യുക. ഓക്കെ, അതും സ്ക്രൂ ചെയ്യും, അതും ടൈറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇതേ കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ സബിൻ്റെ തൊട്ട് പുറകെ തന്നെ ആമ്പും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഊരിയെടുക്കണമെങ്കിൽ സ്ക്രൂ മാത്രമൊന്ന് ഊരി, ഈ മേളത്തെ 2 സ്ക്രൂവും താഴത്തെ വന്നിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പൊക്കി നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കത്തുമില്ല. നേരെ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പിടുത്തത്തിൽ തന്നെ സാധനം ഇരുന്നോളും. ഞാൻ കുറച്ച് രാത്രിയായി, അന്നേ ദിവസം പരിപാടി തീർക്കാൻ പറ്റില്ല, അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. ഇന്നിപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നൊരു ചെറിയ ബ്ലഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് വന്നപ്പം കുറച്ച് താമസിച്ച് പോയി. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോൾ പരിപാടി തീർക്കാനുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി ഞാനിപ്പം ഈ ഭാഗത്തൂടെ എല്ലാം നമ്മുടെ വയർ കയറ്റി ഇതെല്ലാം ടാഗ് ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. ബാക്കിലത്തെ പോർഷൻ എല്ലാം ടാഗ് ചെയ്ത് നമ്മളിപ്പം കറക്റ്റായിട്ട് അത് സീറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് വരെ കൊണ്ടുവന്നു. ഇവിടെ ഈ വയർ ഞാൻ എടുത്തത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ് വൂഫർ ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്റ്റീരിയോയുടെ പരിപാടി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വിച്ച് പിടിപ്പിക്കുന്ന കാര്യം, ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇനി അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സ്വിച്ച് പിടിപ്പിക്കുന്നതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വയർ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫ്രെയിം. അത് വാഗണാറിൻ്റെ ഫ്രെയിമാണ്. ഇത് പല വാഹനത്തിനും പല ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ നമ്മുടെ എസ്പ്രസോയുടെ ഫ്രെയിം എല്ലാവരും കണ്ടായിരുന്നു. ആൻഡ്രോയിഡിന് വേറെ ഫ്രെയിം, ഓരോ വാഹനത്തിനും അതിൻ്റേതായ രീതിയിൽ ഫ്രെയിം മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ഫിറ്റ് ചെയ്യുന്ന രീതി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതെടുക്കുന്നു, നമ്മൾ വയ്ക്കുന്നു, സ്ക്രൂ ചെയ്യുന്നു. കണ്ടോ, ഇത് കറക്റ്റ് ഇതിനു വേണ്ടി തന്നെ ഉള്ളതാണ്. ഇനി ബാക്കിൽ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പരിപാടി തീരും. ഏതായാലും നമുക്കൊന്ന് പെട്ടെന്ന് തീർക്കാം. അങ്ങനെ നമ്മുടെ ഈ സ്റ്റീരിയോയുടെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഫിറ്റ് ചെയ്തു. ഇതെല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണക്ഷൻ കൊടുത്തു. ആൻറ്റിനയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിനയുടെ കപ്ലർ നമ്മുടെ കമ്പനി കപ്ലർ വരുന്ന രീതിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്ലർ കൊടുക്കണം. പിന്നെ ഈ 2 USB-യുടെ കപ്ലേഴ്സും നമ്മൾ ബാക്കിലോട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം USB-യുടെ 2 കപ്ലേഴ്സും ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. അതൊക്കെ ഈ സൈഡിലോട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 കപ്ലേഴ്സും നമ്മളിത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഗ്ലോ ബോക്സിൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് അവിടെ നമുക്ക് വെക്കാനുള്ള രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം എല്ലാവരും മറക്കരുത്, ഇൻഡിക്കേറ്റർ നമ്മുടെ ഹസാർഡിൻ്റെ സ്വിച്ച് ഇതിൽ പിടിപ്പിക്കാൻ മറക്കരുത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള ബാക്കിയുള്ള ലൈൻസ് എല്ലാം ഒന്ന് കണക്ഷൻ കൊടുക്കാം. ആൻറ്റിന ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ മോഡൽസിന് നമ്മുടെ സാധാരണ ടൈപ്പ് ആൻറ്റിനയാണ് വരുന്നത്. അപ്പോൾ ഈ സാധാരണ ടൈപ്പ് ആൻറ്റിന തന്നെ നമുക്ക് ഇതിലോട്ട് കണക്ഷൻ കൊടുക്കാം. കണ്ടോ, ഡയറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട ബാക്കിയുള്ള ലൈൻ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്തിരുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തെങ്കിലും ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒച്ച വെക്കാനുള്ള സാധ്യതയുണ്ട്. ടേപ്പ് ചെയ്യാണ്, വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ടേപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ടേപ്പ് ചെയ്തു. പിന്നെ ഒരു കേസ് ഇട്ട് വിട്ടുപോയി. ഇത് നമ്മുടെ മൈക്കിൻ്റെ ലൈനാണ്. ഞാൻ ഇവിടെ മേളിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ കൂടെ തന്നെയാണ്, ഈ സൈഡിൽ കൂടെ എടുത്ത് അടിയിൽ കൂടെ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മൈക്കിൻ്റെ ലൈനാണ്. മൈക്കിൻ്റെ ലൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മൈക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അതും സെറ്റ്. ഇനി നമ്മുടെ ഈ ഹസാർഡിൻ്റെ സ്വിച്ച് ഒന്ന് കൊടുക്കുകയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. യെസ്, അത് ഓക്കെയാണ്. ഇനി ഞാനിത് പതുക്കെ ഒന്ന് ജസ്റ്റ് തിരിച്ച് കണക്ട് ചെയ്യാണ്. നമുക്കിനി സെറ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഓണാക്കി നോക്കാം. ACC മാത്രം ഒന്ന് ഓണാക്കിയാൽ മതി. യെസ്, കീ ഓണായി. യുറേക്ക, നമ്മുടെ ഐറ്റം സെറ്റ്. ബൂട്ടിംഗ് ഒന്നും വന്നില്ല, എന്നാന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സംഗതി നല്ല സെറ്റാന്ന് തോന്നുന്നു, നല്ല അടിപൊളി. ഇനി ഏതെങ്കിലും ഒരു പാട്ടും കൂടെ ഇട്ട് നോക്കാം. അത് പാട്ട് വല്ലതും ഉണ്ടോ? യെസ്, കുഴപ്പമില്ല, എഫക്റ്റ് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും നമ്മുടെ സബും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. സബ് കണക്ട് ചെയ്തിട്ടില്ല, ഇതുവരെ സബിൻ്റെ പണി കിടക്കുന്നേ ഉള്ളൂ. അതൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ആമ്പിലോട്ട് നമ്മുടെ സബ് വൂഫർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു 4 ചാനലാണ്.
ഇതിൽ 2 സബ് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട് സ്പീക്കർ ഔട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീക്കർ, ഇത് റിയർ സ്പീക്കർ. അതായത് ഫ്രണ്ടിലത്തെ 2 സ്പീക്കർ, റൈറ്റും ലെഫ്റ്റും. ഇത് L എന്ന് കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ്, R എന്ന് കൊടുത്തിരിക്കുന്ന റൈറ്റ്. ഇനി ഇതിൽ ഈ 2 പോയിന്റ്സ് വരുന്നുണ്ട്, ഈ പ്ലസും ഈ ഒരു മൈനസും. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സബ് കണക്ട് ചെയ്യാനുള്ളത്. ഇവിടെയും കണക്ട് ചെയ്യാം, ഇവിടെയും കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു സബ് മാത്രമാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സബ് മാത്രം. അപ്പം കുറച്ചുകൂടെ വയർ എടുക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. അതായത് ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ. അപ്പോൾ അതിൽ ഞാൻ 2 ലൈൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എപ്പോഴും റെഡാണ്. അപ്പോൾ റെഡിൽ ഒരു പോസിറ്റീവും നെഗറ്റീവ് ഇതേണ്ട ഇവിടെയും കൊടുക്കണം. പിന്നെ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ. ഇതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇത്രയും ഭാഗത്തെ ലൈൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയും ചെയ്തിട്ടുണ്ട്. REM എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നമ്മുടെ കീ ഓൺ ചെയ്യുമ്പോൾ ACCയുടെ ലൈനാണ് ഇവിടെ കൊടുക്കുന്നത്. 12 വോൾട്ട് മെയിൻ ലൈനാണ് വരുന്നത്. ഇത് ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എർത്ത് ലൈനാണ് കൊടുക്കുന്നത്. താഴത്തെ സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയത് ജസ്റ്റ് ഇങ്ങനെ തുറന്നാൽ മതി. കണ്ടോ, തുറന്നു കഴിയുമ്പോൾ താഴെ ഒരു ഹോള് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ 2 ഹോള് കാണാൻ പറ്റും. ആ ഹോള് കാണുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചും നമ്മൾ ഇതിനകത്ത് റെഡ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവാണ്. അപ്പോൾ റെഡ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ കയറ്റിയിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. ഓക്കെ, കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്തോണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്ന് വെക്കുകയാണ്. ലൈൻസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടേക്കണം. ഫ്രണ്ടിലത്തെ ലൈൻ നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് ലൈനാണ്. അതായത് നമ്മൾ ഫ്രണ്ടിലത്തെയാണ് എടുത്തിരിക്കുന്നത്, ഈ ലൈനിലേക്ക് കിട്ടത്തുള്ളൂ. ഇത് റെഡും ഇതും വൈറ്റും ആണ് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രണ്ട് ആണോ റിയർ ആണോ എന്നുള്ളത്. അപ്പം റിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയർ എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടുന്ന സിഗ്നൽ മാത്രമാണ് ആ ലൈൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിലത്തെ വേണമെങ്കിലാകാം, ബാക്കിലത്തെ വേണമെങ്കിലാകാം, അത് വിഷയം വരുന്നില്ല. ഓക്കെ, അപ്പം ഇതും കൊടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ള ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ മെയിൻ പോസിറ്റീവ് ലൈനാണ് വരുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 12 വോൾട്ടിൻ്റെ ഇവിടെ ഈ മെയിൻ പോസിറ്റീവ് ലൈൻ വരണം. പിന്നെ വരുന്ന നമ്മുടെ എർത്തിൻ്റെ ലൈൻ, ഇത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് വരേണ്ടത് ഇതാണ്, ഇവിടെ ഗ്രൗണ്ട്. പിന്നെ 12 വോൾട്ട് അല്ല, REMലോട്ട് ഇതുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഞാൻ ഏതായാലും പെട്ടെന്ന് കൊടുക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ പോലത്തെ 3 ലൈൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊരു ട്രയൽ ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സബും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റൂഫ് കവറും കൂടെ ഒന്ന് പിടിപ്പിക്കുക. അതായത് ഇതിൻ്റെ ടോപ്പ് പോർഷൻ കൂടെ നമ്മളൊന്ന് പിടിപ്പിച്ച് ഈ പരിപാടി തീരുകയാണ്. അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ സൈഡിലത്തെ ട്രെയും കാര്യങ്ങളൊക്കെ വെക്കാൻ കിടപ്പുണ്ട്, അതെല്ലാം ഫിറ്റ് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് പാടി നോക്കാം. ഏതായാലും ഞാനൊരു സാമ്പിൾ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പിറൈറ്റ് അടിച്ച് അവന്മാർ പണി തരും. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള ഇടുന്നതായിരിക്കും. ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈനും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യണുണ്ട്. ഏതാ പോസിറ്റീവ് ലൈൻ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, അതും കൂടെ പെട്ടെന്ന് പിടിപ്പിക്കാം. പോസിറ്റീവ് ടെർമിനൽ ഒന്ന് അഴിക്കാം. ഓക്കെ, അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് ടൈറ്റായെന്ന് ഉറപ്പ് വരുത്തിക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഈ കവർ ഇടുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇപ്പം എല്ലാവരും അത് കണ്ടു. പക്ഷേ എനിക്കിതിനകത്ത് ഒരു സജഷൻ, എൻ്റെ ഒരു സജഷൻ, ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഒരു സജഷൻ മാത്രം ഞാൻ പറയുകയാണ്. കാരണം സോണിയുടെ ഈ ഒരു സബ് ആംബോ, എനിക്ക് സോണി എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആകെപ്പാടെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയുന്നത്, ഇതിന് കുറച്ച് സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഞാൻ ഡിക്കി ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇത്ര ഒരു ഏരിയ അവിടെ അത്രയും അങ്ങ് നമുക്ക് പോയി കിട്ടുകയാണ്. കണ്ടോ, ആ ഒരു കാര്യം ഒഴിച്ച് എനിക്ക് വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. പിന്നെ സൗണ്ട് എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കിടുക്കൻ സൗണ്ട്, നല്ല അടിപൊളി സൗണ്ടാണ്. എഫക്റ്റ് ഞാൻ എല്ലാവരും കേൾപ്പിച്ച് തരുന്നുണ്ട്, നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. ഈ ഒരു സോണിയുടെ, അതായത് സോണിയുടെ സബും ആംബും പ്ലസ് നമ്മുടെ ഹമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റീരിയോയും കൂടി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്.